നിശ്ചലമായ ബന്ധം കൊണ്ട് ഇന്ദ്രജാലം കാണിക്കാൻ കഴിയുന്ന സെറ്റ് പീസ് വിദഗ്ധർ ഏതൊരു ഫുട്ബോൾ ടീമിലുണ്ടെങ്കിലും അവർക്ക് അത് ഏറ്റവും വലിയ മുതൽക്കൂട്ടായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇംഗ്ലണ്ടിന്റെ ഡേവിഡ് ബെക്കാം മുതൽ സെറ്റ് പീസ് മാത്രം കൊണ്ട് ആരാധകരെ സൃഷ്ടിച്ച താരങ്ങളുടെ എണ്ണം എടുത്ത് നോക്കിയാൽ ലോക ഫുട്ബോളിന്റെ ചരിത്രത്തിൽ തന്നെ നിരവധി എണ്ണങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയും. പ്രഥമ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ബ്രസീലിൽ നിന്ന് വന്ന എലാന ബ്ലൂമറിന്റെ നിശ്ചലമായ പന്തിലെ ഇന്ദ്രജാല വിദ്യകളിലൂടെ സെറ്റ് പീസ് സന്ദർഭങ്ങളെ അദ്ദേഹം എത്ര മനോഹരമായി യൂട്ടിലൈസ് ചെയ്യുന്നു എന്നതും നമ്മൾ കണ്ടതാണ്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇൽക്കോ ഷട്ടോറിയുടെ ഒരൊറ്റ സീസണിൽ മാത്രമാണ് സെറ്റ് പീസുകളെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പണിയിട്ടുള്ളത് എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ. പിന്നെ അഡ്രിയാൻ ലോണയുടെയും ഇവാൻ ബുക്കോമാനോവിച്ചിന്റെയും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ അരങ്ങേറ്റ സീസണിൽ അഡ്രിയാൻ ലോണയുടെ ഇൻഡിവിജ്വൽ ബ്രില്യൻസ് കൊണ്ട് മാത്രം നിരവധി സെറ്റ് പീസ് സന്ദർഭങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ക്യാപിറ്റലൈസ് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയുള്ള ചരിത്രത്തിനെ മുഴുവൻ തിരുത്തി കുറിക്കാൻ തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഫ്രെഡറിക്കോ മൊറൈസ് എന്നൊരു പരിശീലകനെ ഇങ്ങോട്ട് ഇറക്കുന്നത് ചെയ്തത് സെറ്റ് പീസ് സാഹചര്യങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക എന്നൊരൊറ്റ ലക്ഷ്യവുമായി തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മധ്യനിരയിലും പോർച്ചുഗീസ് ടീമിലും എല്ലാം സെറ്റ് പീസുകൾ കൊണ്ട് ഇന്ദ്രജാലങ്ങൾ തീർത്തുകൊണ്ടിരിക്കുന്ന ബ്രൂണോ ഫെർണാണ്ടസ് തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് സെറ്റ് പീസ് സാഹചര്യങ്ങളെ വരുതിയിലാക്കാൻ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനോടൊപ്പം ചേർന്ന് തോളോട് തോൾ ചേർന്ന് നിന്ന് വിയർപ്പൊഴുകിയവനാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സെറ്റ് പീസ് പരിശീലകനായി വന്ന് അവതരിച്ചിരിക്കുന്ന ഫ്രെഡറിക്കോ മൊറൈസ്. ആ മൊറൈസിന് സെറ്റ് പീസുകളെ കുറിച്ച് വളരെ കൃത്യമായിട്ടുള്ള ധാരണകളുണ്ട്, പദ്ധതികളുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സമീപകാല ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ചില സെറ്റ് പീസ് ഗോളുകൾ നേടുന്നുണ്ട് എന്നത് സമ്മതിക്കാമെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സ് കുറേയധികം സെറ്റ് പീസുകൾ വഴങ്ങുകയും ചെയ്യുന്നുണ്ട്. സെറ്റ് പീസുകൾ വിൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ അധികം ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം തന്നെയാണ് സെറ്റ് പീസുകളെ പ്രതിരോധിക്കുക എന്നതും. എതിരാളികൾ നമുക്കെതിരെ സെറ്റ് പീസുകൾ സ്കോർ ചെയ്യുന്നു, അങ്ങനെ ആ സമയത്ത് നമ്മളും സ്കോർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ സെറ്റ് പീസുകളെ പ്രതിരോധിക്കാൻ പഠിക്കുകയും പ്രതിരോധിക്കുന്നതിനേക്കാൾ ബെറ്റർ ആയിട്ട്, അതായത് എതിരാളികളുടെ സെറ്റ് പീസുകളെ നമ്മൾ പ്രതിരോധിക്കണം. അതുകൂടാതെ നമ്മൾ എതിരാളികളെക്കാൾ കൂടുതൽ സെറ്റ് പീസുകൾ കൺവെർട്ട് ചെയ്യുകയും വേണം. അങ്ങനെ നമ്മൾ അടിക്കുന്ന ഗോളുകൾ അധികരിക്കണം, തടുക്കുന്ന ഗോളുകളും അധികരിക്കണം. എങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് നമുക്ക് സെറ്റ് പീസുകളിൽ വിജയിച്ചു എന്ന് പറയുന്നത്. സെറ്റ് പീസുകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള പദ്ധതികളുണ്ട്. അഡ്രിയാൻ ലോണ, നോഹാസ് ദോയി തുടങ്ങിയ താരങ്ങളെ സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രത്യേകം പരിശീലിപ്പിക്കുന്നുണ്ട്. അതുകൂടാതെ മിലോസ് നിങ്കിച്ച്, അലക്സാണ്ടർ പേസ് തുടങ്ങിയ താരങ്ങളെയും സെറ്റ് പീസുകൾക്ക് വേണ്ടി പ്രത്യേകം പരിഗണിച്ച് പഠിപ്പിക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇത്തവണ സെറ്റ് പീസിൽ ബ്ലാസ്റ്റേഴ്സ് വെറും അനങ്ങാത്ത പുലിയാകും എന്ന് കരുതേണ്ട, ബ്ലാസ്റ്റേഴ്സ് സെറ്റ് ആകും എന്ന് പ്രതീക്ഷിക്കാം.